2025 വരെ കുബേരയോഗമുള്ള നക്ഷത്രക്കാർ. ചില നക്ഷത്രക്കാർക്ക് ഇത് കുബേരയോഗം വരുന്ന സമയമാണ്. മെയ് മാസം മുതൽ ഉണ്ടായ വ്യാഴമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലമാണിത്. ഇത് 2025 വരെ ഉണ്ടാകും. കുബേരയോഗമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നറിയാം. 2024 മെയ് 1-ാം തീയതിയോടെ വ്യാഴം രാശി മാറിയിരുന്നു. 2025 വരെ ഇത് അവിടെ തുടരും. ഇതിനാലാണ് ഈ പ്രത്യേക യോഗം വരുന്നത്. ഒരു വ്യക്തിയുടെ ജാതകവശാൽ കുബേരയോഗമുണ്ടെങ്കിൽ ധനഭാഗ്യമുണ്ടാകും. ഇത് അതിവിശിഷ്ടമായ യോഗമാണ്. ഈ യോഗത്തിൽ സാമ്പത്തികം മാത്രമല്ല, സമൃദ്ധിയും വിജയവുമുണ്ടാകും. തൊഴിൽ വിജയവും കുടുംബജീവിതത്തിൽ സന്തോഷവുമുണ്ടാകും. എല്ലാ നാളുകാരെയും അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കുമെങ്കിലും ചില നാളുകാർക്ക് ഈ യോഗം കുബേരയോഗമായി മാറുന്നു. ധനനേട്ടം. കുബേരയോഗം പൊതുവെ ധനപരമായ നേട്ടം കൊണ്ടുവരുന്ന ഒന്നാണ്. ധനം മാത്രമല്ല, തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലും ഇത് നേട്ടം നൽകും. ഇത് ജീവിതത്തിൽ ഉടനീളം നല്ല ഫലങ്ങൾ നൽകും. എല്ലാ നാളുകാർക്കും ഇത് ലഭിക്കില്ല. ചില പ്രത്യേക രാശിക്കാർക്ക്, ചില പ്രത്യേക നാളുകാർക്കാണ് ഈ അവസരത്തിൽ കുബേരയോഗം പറയുന്നത്. ഇത് 2025 വരെ നീണ്ടുനിൽക്കുന്ന യോഗം കൂടിയാണ്. ഏതെല്ലാം നാളുകാർക്കാണ് ഈ ഫലം ലഭ്യമാകുന്നതെന്നറിയാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് 2-ാം ഭാവത്തിൽ കുബേരയോഗം വരുന്നു. ഇവർക്ക് അതിസമ്പന്നതയിലേക്ക് കടക്കാൻ ഇവർക്ക് സാധിക്കും. കഠിനാധ്വാനഫലം വന്നുചേരും. സമ്പത്തും സമൃദ്ധിയും വന്നുചേരും. പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടും. ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ സാധ്യമായി കിട്ടും. വീട്, വാഹനം, വസ്തു എന്നിവ വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നവർക്ക് ഇത് സാധ്യമാകും. കടബാധ്യതയുള്ളവർക്ക് ഇതിൽ നിന്നും മോചനം ലഭ്യമാകും. ഭാഗ്യസമയം. കടം കൊടുത്ത് തിരികെ ലഭിക്കാതിരുന്ന പണം കൈവശം വന്നുചേരും. സ്വർണം, പണം എന്നിവ കടം നൽകിയത് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലം ലഭിക്കും. ഇവർക്ക് മത്സരപരീക്ഷകളിൽ വിജയമുണ്ടാകും. ആഗ്രഹിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് നേട്ടമുണ്ടാകും. ജനപിന്തുണ ലഭിക്കും. ആരോഗ്യകാര്യങ്ങൾ നന്നായിരിക്കും. കുടുംബ, ദാമ്പത്യ ബന്ധം നന്നായിരിക്കും. പരസ്പരം പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർ ഒരുമിക്കും. പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. പൊതുവെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ലഭിക്കും. കർക്കടകം, പുണർദം, പൂയം, ആയില്യം നാളുകളിൽ നോക്കുമ്പോൾ കർക്കിടക്കൂറിൽ പെട്ട പുണർദം അവസാന 15 നാഴിക, പൂയം, ആയില്യം എന്നിവർക്ക് കുബേരയോഗത്തിലൂടെ അതിസമ്പന്നയോഗം ലഭ്യമാകും. ഇവർക്കിത് 11 ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് അപ്രതീക്ഷിത ധനനേട്ടങ്ങളുണ്ടാകും. പ്രധാനമായും കർമ്മേഖലയിൽ മികവുണ്ടാകും. പുതിയ അവസരം തേടിവരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും നല്ല ഫലമാണ്. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഇനി അപ്രതീക്ഷിത നേട്ടങ്ങൾ. പലവിധ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. ഐശ്വര്യപൂർണമായ ജീവിതം വന്നുചേരും. ധനം പല ദിക്കുകളിൽ നിന്നും വരും. ധനത്തിന് മറ്റാരെയും ആശ്രയിക്കേണ്ടതായി വരുന്നില്ല. വീട്, വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കും. കുടുംബബന്ധങ്ങൾ നന്നായിരിക്കും. ഇവർക്കൊപ്പം സമയം ചെലവഴിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനമികവ് പുലർത്താനാകും. മാതാപിതാക്കൾക്ക് മക്കളുടെ പേരിൽ അഭിമാനിക്കാൻ തക്ക സാഹചര്യങ്ങളുണ്ടാകും. ആരോഗ്യപരമായ നല്ല സമയം കൂടിയാണ്. കന്നി, ഉത്രം, അത്തം, ചിത്തിര. അടുത്തത് കന്നിക്കൂറിൽ പെടുന്ന ഉത്രം അവസാനപാദം, അത്തം, ചിത്തിര ആദ്യപകുതി എന്നിവർക്കാണ് ഈ യോഗം വരുന്നത്. ഇവർക്ക് അതിഗംഭീര നേട്ടങ്ങളുണ്ടാകും. ഇവരുടെ 9-ാം ഭാവത്തിലാണ് ഇതുള്ളത്. ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ മാറും. ആഗ്രഹസാഫല്യം നേടാനാകും. അദ്ഭുതാവഹമായ അനുകൂല മാറ്റങ്ങളുണ്ടാകും. ജോലിയിൽ നല്ല മാറ്റങ്ങളുണ്ടാകും. ആഗ്രഹിക്കുന്ന കരിയർ ലഭിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കും. നിലവിലുള്ള ബിസിനസ് മെച്ചപ്പെടും. ധനം പല മേഖലകളിൽ നിന്നും ലഭിക്കും. കിട്ടാക്കടങ്ങൾ ലഭിക്കും. ധനവരവിനുള്ള തടസ്സങ്ങൾ നീങ്ങും. നല്ല ഫലങ്ങൾ. വിവാഹത്തിന് നല്ല സമയമാണ്. പ്രണയബന്ധം വിവാഹത്തിൽ എത്തിച്ചേരും. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകും. സന്തോഷമുണ്ടാകും. പങ്കാളിയുടെ പിന്തുണ ലഭിക്കും. ആരോഗ്യപരമായ നല്ല പുരോഗതിയുണ്ടാകും.
ജീവിത നിലവാരം മെച്ചപ്പെടും. വീട്, വാഹനം, വസ്തു എന്നിവ വാങ്ങാൻ സാധിക്കും. ഷെയറിലൂടെ ധനലാഭമുണ്ടാകും. സമാധാനവും സന്തോഷവുമുണ്ടാകും. ദാമ്പത്യത്തിലും കുടുംബത്തിലും നല്ല ഫലങ്ങൾ ഉണ്ടാകും. കുബേരയോഗം നന്നായി ലഭിക്കാൻ വ്യാഴപ്രീതി വരുത്തുന്നത് നല്ലതാണ്. ഇത് ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാൻ സഹായിക്കും.